അമ്മ വയർച്ചെണ്ടെങ്കിൽ ലേശം കൊണ്ടുവന്നേ. ആയി നീ എത്ര വലിയ വാർത്തകളൊന്നും പറയണ്ടടി. വെറുതെ ഒന്നല്ലടി, ഓശാരത്തിനല്ല, ഉറുപ്പിയോ ഒന്നും രണ്ടല്ല, 10,000 രൂപ ഞാൻ മുടക്കിയേക്കണേ ബിസിനസിന് വേണ്ടിട്ട്. അത് നിനക്കും കൂടെ ചേർത്തിട്ടാ. നീ എന്തിന്റെ വെറുതെ തൊള്ള പൊളിക്കണത്? അവനൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. അവനും കൂടി അറിഞ്ഞിട്ട് ഈ സംഭവം. നീ വലിയ ഏറിയ നീ ഞാൻ കേട്ടത്. അത് എന്റെ അടുത്തേക്ക് വേണ്ടാട്ടാ. ഇത് വെറുതെ ഒന്നല്ലടി, കാശ് കൊത്തുന്നു, ചക്കാത്തിനൊന്നല്ല. എന്തുകൊണ്ട് നീ എന്റെ മുഖത്തോക്കി വിളിച്ച് പട്ടീന്നാ? ആ ശബിയോടൊന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളോ? അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടോ എന്റെ ഇന്ന് കാശും പഠിച്ച് തന്റെ പെണ്ണെ കൊണ്ട് തെറി വിളിപ്പിക്കുക? ഇത് നമുക്ക് പറ്റില്ല. കുഞ്ഞിപ്പാൽ ഇന്നവരെ ഒരു പെണ്ണിന് തെറി കേട്ടിട്ടില്ല. എനിക്ക് തന്റെ ബിസിനസ്സും വേണ്ട, തന്റെ പെണ്ണും വേണ്ട. അളിയൻ എന്ത് പറയുന്നേ? എനിക്കൊന്നും പറയാലോ, ഞങ്ങള് പോവാ. ഹലോ അൽപ്പ, എന്തുണ്ടാ നോക്കി നിൽക്കുന്നത്? ഇറക്കണ ചാരായകട. അളിയൻ വെച്ച് കാര്യം പറ. എനിക്കൊന്നും പറയാലോ, തന്റെ പെണ്ണോട് പോയി ചോദിക്കണം. എനിക്ക് തന്റെ ബിസിനസ് വേണ്ട, അതിന്റെ ലാഭവും വേണ്ട. ഏതാണ്ട് കാശ് തന്നേ. ആശം ബഹളം വെക്കാതെ. എന്താ എന്താ പറയാലോ? എനിക്ക് ഈ ബിസിനസ് വേണ്ട, തന്റെ കാശ് കിടന്നേ. തന്റെ കൊട്ടിട്ട് തന്നെ പിടിച്ചോ. ഇല്ലേ കുഞ്ഞിപ്പാലനല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാം. എന്താ പണി ഇവിടെ നടന്നത്? നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നോക്ക്. നിനക്കറിയോ അയാൾ ആരാണ്? നീ തിന്നുന്ന ചോറ് അയാളുടെ കാശാ. അയാൾ ബിസിനസ്സിൽ മൊത്തം പണം മുടക്കിയിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? നീ എന്ത് വേണമെന്നോ? അയാൾ പറയുന്ന എന്തും ചെയ്തു കൊടുക്കണം. നമുക്ക് 10 പൈസ ഉണ്ടാക്കാനുള്ള വഴിയാ. അതിനെന്നെ കിട്ടത്തില്ല. ഇനി ആ നാറി ഇങ്ങോട്ട് വന്നു അയാളെ തെറി വിളിക്കും. വിളിക്കും വിളിക്കും വിളിക്കും. എന്തുണ്ടപ്പോ ഈ കുഴപ്പം? എന്റെ ഈശോ, എന്താ ഈ സംഭവം? വരൂ വരൂ. അപ്പുറത്ത് നോക്കിയാ
അപ്പു. 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 കൊന്നപ്പു. ഞാൻ ആ കൊട്ടോടി കൊന്നു. അതെ അപ്പു, എനിക്കിനി മരിച്ചാ മതി.